ഈ വർഷം മെയ്യിൽ പുറത്തിറങ്ങുമെന്ന് അറിയിച്ചു. പിന്നീട് പലതവണ റിലീസ് മാറ്റിവെക്കേണ്ടി വന്ന ചിത്രമാണ് വൃഷഭ. മോഹൻലാലിനെ നായകനാക്കി നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഈ മാസം 21-ന് പുറത്തിറങ്ങുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ വിഎഫ്എക്സ് വർക്കുകൾ അവസാനിക്കാത്തതിനാൽ ഡിസംബർ 25ലേക്ക് റിലീസ് മാറ്റുകയാണെന്ന വിവരം അണിയർ പുറത്തുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതോടെ സോഷ്യൽ മീഡിയയിൽ വൃഷഭ ചർച്ചാ വിഷയമായി മാറി. ഇതിനു മുമ്പ് ഡിസംബറിൽ പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ ബിഗ് ബജറ്റ് സിനിമകളെല്ലാം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ പോയിരുന്നു. ലിസ്റ്റിൽ ആദ്യത്തെ ചിത്രം ഒടിയനാണ്. ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത് 2018-ൽ പുറത്തിറങ്ങിയ ചിത്രം ആരാധകരുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തുകയായിരുന്നു. ഡിസംബർ 14-ന് റിലീസ് ചെയ്ത ചിത്രം കേരളത്തിൽ ആദ്യം നിന്ന് റെക്കോർഡ് കളക്ഷനാണ് ലഭിച്ചത്. പിന്നീട് ബോക്സ് ഓഫീസിൽ ചിത്രം വീഴുകയായിരുന്നു. റിലീസിന് മുമ്പ് സംവിധായകൻ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളെല്ലാം റിലീസിന് ശേഷം ട്രോൾ മെറ്റീരിയലായി മാറുകയും ചെയ്തു. വൻ ബജറ്റിലെത്തിയ ചിത്രത്തിനെ ട്രോളർമാർ ഇന്നും വലിച്ചുകീറുന്നുണ്ട്. ഒടിയന് വേണ്ടി മോഹൻലാൽ നടത്തിയ മേക്ക് ഓവറും പിന്നീട് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി. ലിസ്റ്റിൽ രണ്ടാമത്തെ ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹമാണ്. കോവിഡ് കാരണം 2 വർഷത്തോളം വൈകി റിലീസായ മരക്കാർ ബോക്സ് ഓഫീസിൽ മൂക്കും കുത്തി വീണു. റിലീസിന് മുമ്പ് മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയ മരക്കാർ ട്രോൾ മെറ്റീരിയലായി മാറി. ഡിസംബർ 2-നാണ് ചിത്രം റിലീസ് ചെയ്തത്. മോഹൻലാൽ ആദ്യമായി സംവിധായക കുപ്പായം അണിഞ്ഞ ബാറോസും ഡിസംബറിലാണ് റിലീസ് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിയത്. 2024 ക്രിസ്മസ് ദിനത്തിൽ തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ബാറോസ്. പൂർണ്ണമായും 3ഡിയിൽ ഒരുക്കിയ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റാകുമെന്ന് മാറി. ഏറ്റവും വലിയ ഡിസാസ്റ്ററായി മാറുകയും ചെയ്തു. 150 കോടി ബജറ്റിലൊരുങ്ങിയ ചിത്രം 18 കോടി മാത്രമാണ് ആയത്. ബാറോസിന്റെ ഒന്നാം വർഷത്തിൽ റിലീസ് ചെയ്യുന്ന വൃഷഭയുടെ ബോക്സ് ഓഫീസ് റിസൾട്ട് എന്താകുമെന്നുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. 100 കോടിയിലെ ബജറ്റിലാണ് വൃഷഭം ഇറങ്ങുന്നത്. ഡിസംബറും ബിഗ് ബജറ്റ് മോഹൻലാലിന് അത്ര നല്ല കോംബോയല്ല എന്ന ധാരണ ഇത്തവണ തെറ്റുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ ബിഗ് ബജറ്റ് സിനിമകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂവെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. 12 വർഷം മുമ്പ് ഒരു ഡിസംബർ റിലീസായ മോഹൻലാലിന്റെ കൊച്ചു ഫാമിലി ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായി നാഴികക്കല്ലായി മറയുന്നു. ജിത്തു ജോസഫ് ദൃശ്യമായിരുന്നു ആ ക്രിസ്മസ് റിലീസ്.